വൃത്തികേടുകളൊന്നും ഇവിടെ വന്നുകൊണ്ട് എഴുന്നള്ളിക്കരുത്. വെറുതെ ഞങ്ങളെ പ്രകോപിപ്പിക്കരുത്. മനസ്സിലായി? നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടിയും കഴിയില്ല, ഒരു മണ്ണാങ്കട്ടിയും കഴിയില്ല. ഒരു ബിഷപ്പ് കോയ ടീച്ചർ കണ്ടിട്ടുണ്ടാവും. കോയ വെടിവെച്ച് വന്നു ഒരു ബിഷപ്പിനെ. ബിഷപ്പ് ചെയ്ത തെറ്റെന്താ? ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ പറഞ്ഞു എന്നുള്ളത്. പക്ഷെ വത്തിക്കാൻ എന്താ പറഞ്ഞത്? വത്തിക്കാൻ പറഞ്ഞത് അതിമൃഗീയമായ കൊലപാതകം ശക്തമായി അപലപിക്കുന്നു. ഇത് ആരാ ചെയ്തെന്ന് അറിയോ? ഇത് വർത്താനം കട്ടുമ്പോഴേക്ക് ഏതോ RSSകാർ ചെയ്തതാണ്. ഇത് ആരാ ചെയ്തെന്നില്ലാന്ന്, ഈ കൊലപാതകം ചെയ്തത് ആരാന്ന് ഈ വഞ്ചിക്കാൻ പറയുന്നില്ല. വത്തിക്കാനല്ല, വഞ്ചിക്കാൻ ആരും വിളിക്കുള്ളൂ. വഞ്ചിക്കാൻ പറയണില്ലാന്ന്, കോയാണ് ചെയ്തെന്ന്. അമ്മാരി ടീമാണ് വന്നുകാണ്ട് ഉപദേശിക്കാൻ നിൽക്കുന്നത്. RSSകാരനോ ജോതനട്ടോ ആവേണ്ടിയിരുന്നത്. എന്റെ പൊന്നോ, നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. അറിയുന്നത് അമ്മാരി ടീംസുകളാണ്. ഏട്ടാ, നിങ്ങൾ ആദ്യത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആശയം ഫോളോ ചെയ്യും, എന്നിട്ട് അധാർമികതക്കെതിരെ പറയുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ധാർമ്മികതയുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അത് നിങ്ങൾ ആദ്യം ചെയ്യും. നിങ്ങൾ സ്വന്തം സമുദായത്തിൽ ആ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാസ പോലത്തെ സംഘടനകളൊക്കെ ഉണ്ട്, അവരെങ്കിലും അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ചെയ്യും. അവരെ ബുദ്ധിമുട്ടിക്കാനാണ് നിങ്ങൾ നടക്കുന്നത്. അവരെങ്കിലും സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾക്ക് RSSകാർക്ക് നിങ്ങളെ ഒരു ഇതിന്റെ ആവശ്യമില്ല, ഒരു സപ്പോർട്ടും വേണ്ട, ഉപദേശവും വേണ്ട. ഞങ്ങൾ 100 വർഷം ഇവിടെ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് എങ്ങനെ നിലനിൽക്കണം എന്ന് ലോകത്തിന് ഞങ്ങൾ കാണിച്ചു കൊടുത്താണ്. ഞങ്ങൾ വളരുന്നതിനനുസരിച്ച് വളർന്നിട്ടില്ല. 4 ആളെ വെച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് ഭാരതത്തിൽ 72,000 ശാഖകളായിട്ടുണ്ട്. മനസ്സിലായോ? 7,000 ശാഖകൾ ഭാരതത്തിന് പുറത്തുണ്ട്. അവർക്ക് നിങ്ങൾ ഉപദേശം വേണ്ട. അവരെ സംഘടന രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടൊക്കെ ഓരോ ശക്തികൾ അവരെ കായികപരമായി ഇല്ലാതാക്കാൻ നോക്കിയ സമയത്ത് അവർ കായികപരമായിട്ട് നേരിടുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ചരിത്രം എന്താണെന്നുള്ള കോയന്റെ അടുത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് പോയി ചോദിച്ചൊക്കെ ഓര് നന്നായിട്ട് പറഞ്ഞു തരുകയും ചെയ്യും. മനസ്സിലായോ? ഓരില്ലാതെയൊക്കെ അങ്ങോട്ട് ചെന്നാ മതി. കോയ RSS എന്നിട്ടോ കോയ വരെ മൂത്രമൊഴിക്കും. ഞങ്ങൾക്ക് നിങ്ങളെ ഉപദേശം ആവശ്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ആദ്യം വേണ്ട നിങ്ങൾ നന്നാവുക. ഞങ്ങൾ എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളി. പക്ഷെ നിങ്ങൾ ഒരു ഉപദേശവും ഞങ്ങൾക്ക് വേണ്ട. മനസ്സിലായി? ഞങ്ങൾക്ക് ആശയവും ഉണ്ട്, ഞങ്ങൾക്ക് ആദർശവും ഉണ്ട്, ഞങ്ങൾക്ക് ഫിസിക്കലിയും ശക്തി ഉണ്ട്, സാമ്പത്തികപരമായിട്ടും ശക്തി ഉണ്ട്, സംഘടനാപരമായിട്ടും ശക്തി ഉണ്ട്, ഞങ്ങൾക്ക് ഭരണകൂടത്തിനും ശക്തി ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ശക്തി ഉണ്ട്. ഇവിടെയുള്ള 4-3-7 പെന്തോകളുടെ ഉപദേശം ദയവ് ചെയ്ത RSSന് വേണ്ടി നിൽക്കരുത്. മലയ്ക്ക് കല്ലെറിയുന്ന മാതിരിയായിരിക്കും. അറബിക്കടലിൽ നീന്തിക്കിടന്ന ആൾക്കാർ ചിരട്ടയുള്ള വെള്ളം കണ്ടാൽ പേടിക്കൂല പെന്തോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ മോശമായിരിക്കും. പിന്നെ മറയ്ക്ക് പുറകെ നിന്നിട്ടുള്ള വെല്ലുവിളിയേ ഉള്ളൂ. ജയ്പൂർ ഡയലോഗുകാര് പരസ്യമായിട്ടാണ് ഇവരെ ഈ സംവാദത്തിന് വെല്ലുവിളിച്ചത്. ഇപ്പോഴും ആ വെല്ലുവിളി നിലനിൽക്കുകയാണ്. അതുപോലെ പുഷ്പേന്ദ്ര കുൽക്ഷേത്ര എന്ന് പറഞ്ഞയാള് ഏത് പെന്തക്കോസ്റ്റുകാരനും എപ്പ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വന്ന് ഡിബേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇതുവരെക്ക് ഇതില്ല. ഹരേ കൃഷ്ണക്കാര് ബെന്നി ഹിൻ എന്ന് പറഞ്ഞയാളെ അമേരിക്കയിൽ വെച്ചിട്ട് ഞങ്ങൾ ഡിബേറ്റിന് തയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇവരാരും ഡിബേറ്റിന് വരത്തില്ല. കാരണം ഇവര് ഡിബേറ്റിന് തോറ്റാ പിന്നെ ഇവരുടെ പോയി ഇവരുടെ മുഴുവൻ ഇവര് കെട്ടിപ്പൊക്കി വെച്ച ഇന്റർനാഷണൽ ഡിബേറ്റ് ഒന്നും നോക്കണ്ട. നമ്മുടെ KG വിനോദേട്ടൻ, ഡോക്ടർ KG വിനോദേട്ടൻ അനിൽക്കൊടുത്തോട്ടത്തിനെ വെല്ലുവിളിച്ചിട്ട് 25,000 രൂപ അനിൽക്കൊടുത്തോട്ടത്തിന് പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കും. ഓള് ബുക്ക് ചെയ്യും. അയാളെ കൊണ്ടുവരുന്നവർക്ക് 5,000 രൂപയും കൊടുക്കും. ഞങ്ങള് നാസർ കൊടിമരവുമായിട്ട് ഡിബേറ്റിന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ കൊടുക്കും എന്നാ പറഞ്ഞ MMFR വന്നു കഴിഞ്ഞാൽ. കൊണ്ടുവരാൻ ശ്രമിക്കുന്നവന് 50,000 രൂപ കൊടുക്കുന്നു പ്രഖ്യാപിച്ചു. ഹെയർലൈറ്റ് പോയ MMFR വീട്ടിൽ പോയിട്ട് ഇറങ്ങിപ്പോടാ നായിന്റെ മോനെന്നാ പറഞ്ഞ MMFR ഡിബേറ്റ് വിളിക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടാ നായിന്റെ മോനെ. 50,000 രൂപ കിട്ടുന്ന വെച്ചിട്ട് പോയതാ MMFR കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ അനിൽക്കൊടുത്തോട്ടത്തിന് അത്ര പ്രഖ്യാപിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം നിലവാരേ അയാൾക്കുള്ളൂ. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ നിൽക്കുന്നത്. മനസ്സിലായി? ഹിന്ദുക്കളെ ജാതി പറയുകയും സ്വന്തം മോളെ മറ്റേ ആദിവാസി പെന്തക്കോസ്റ്റുകാരനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്തിട്ട് ജാതികത നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുന്നവരാണ് ആ മനുഷ്യൻ. അയാൾക്ക് പിന്നെ അത്ര നിലവാരേ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എന്തിനാ ഇന്റർനാഷണൽ ഡിബേറ്റിനൊക്കെ പോകുന്നത്? ഇവിടെ തന്നെ നമുക്ക് ഡിബേറ്റ് നിശ്ചയിച്ചാൽ എത്ര ആളുകൾ വരും? എന്നെ IBT പരസ്യമായിട്ട് വന്നുകൊണ്ട് ഡിബേറ്റിന് വിളിച്ചാൽ വിഷയം
RSS നടത്തിയ ക്രൂരതകളെ കുറിച്ച് അവർക്ക് ചർച്ച ചെയ്യണം. ഞാൻ പറഞ്ഞ RSS നടത്തിയ ക്രൂരതകൾ മാത്രം ചർച്ച ചെയ്യാൻ പറ്റില്ല. ക്രിസ്ത്യാനികൾ നടത്തിയ ക്രൂരതകളും RSS നടത്തിയ ക്രൂരതകളെ കുറിച്ചും ചർച്ച ചെയ്യാം. ഇത് രണ്ടിനും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ഞങ്ങൾ ക്രൂരതകൾ കാണിച്ചാൽ ഞങ്ങൾ 1000 വർഷം കഴിഞ്ഞിട്ട് മാപ്പ് വെച്ചോളാം. പ്രശ്നം കഴിഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോ YBT വാലും ചോരട്ടിയും കണ്ട് ഓടിയതാണ്. പിന്നെ ഡിബേറ്റിന് വന്നിട്ടില്ല അവർക്ക് അപ്പോഴും RSSനെ മാർക്കറ്റ് റെഡിയാക്കണം. അതാണ് അവരുടെ പരിപാടി. എടാ അവനവന്റെ കാര്യം നോക്കി പോവാൻ നോക്കി. അവനവന്റെ സമൂഹത്തിനൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഈ പരിപാടികളൊക്കെ ചെയ്യും. വൃത്തിയാട്ടന്മാരെ വിദേശത്ത് നിന്ന് ഫണ്ടും വാങ്ങിയിട്ട് അക്കടിച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സൂക്കട് പിടിക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ ആശയത്തിന് തന്നെ എതിരാണ്. രാജ്യത്തെ കൂട്ടി കൊടുക്കാൻ വേണ്ടി കണ്ട് ജിഹാദിനെയും കൂട്ടുപിടിക്കും, അല്ല നാടുകളെയും കൂട്ടുപിടിക്കും. എന്നിട്ട് ഇവിടെ വന്ന് കണ്ട് പൊളിറ്റിക്കലി മാറ്റും. മനസ്സിലായോ? ഐഡിയോളജിക്കലി ഒരാളെ ക്രിസ്ത്യാനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് യോജിക്കാന്ന് കഴിയും. ഒരു ക്രിസ്ത്യാനിയെ ഇന്ത്യ വിരുദ്ധനും ഹിന്ദു വിരുദ്ധനും അതിനാ പൈസ വാങ്ങുന്നത്. ഒരു ക്രിസ്ത്യാനി അപ്പുറത്തെ അപ്പൊ ഹിന്ദുക്കളെ തെറി വിളിച്ചോണം, ഇന്ത്യയെയും തെറി വിളിച്ചോണം. ഇതാണ് കരാറ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ഒറ്റയൊന്നും ജില്ലകളിൽ ആരോഗ്യമുള്ളത് ഉണ്ടോ? ഒരു നാട്ടുകാരെ മുന്നിൽ കൊണ്ടുവെക്കാൻ വേണ്ടി പറ്റിയ ഏതെങ്കിലും ഒരുത്തുണ്ടോ നിങ്ങളിൽ? അനിൽക്കൊടുത്തോട്ടോ കഞ്ഞി കുടിക്കാൻ തോന്നൂല കണ്ടാൽ. അനിൽകുമാർ അയ്യപ്പ അതിനെക്കാട്ടി കഷ്ടമാണ്. ഇതുപോലെ മഹാവൃത്തികെട്ട ഒന്നിന്റെ മുന്നിൽ കൊണ്ടുവെക്കാൻ വേണ്ടി ഏട്ടാ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എന്താണോ നിങ്ങൾ നയിച്ചിട്ട് തിന്നുക. ധാർമ്മികപരമായ പൈസ കൊണ്ട് നിങ്ങൾ തിന്നു നോക്കി. നിങ്ങൾ സമൂഹത്തിന് നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ സംതൃപ്തിയിൽ നിങ്ങൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ തേജസ്സും ഓജസ്സും ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ധാർമ്മികപരമായിട്ട് നിങ്ങളുടെ സംസാരത്തിലും ഉണ്ടാവും. നിങ്ങൾക്കൊന്നും അതില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മഹാവൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കി. നിങ്ങൾ ആരോഗ്യം ഉണ്ടാവില്ല. ആരോഗ്യം ഉണ്ടാവാത്തതിന്റെ കാരണം ഇതാണ്. ആശയപരമായി നേരിടും. ഞങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ് പറയുന്നത്. ഭയങ്കര ബുദ്ധിമാന്മാര്. എന്ത് ബുദ്ധിയാണ് നിങ്ങൾക്കുള്ളത്? ബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പെന്തക്കോസ്റ്റുകാരുടെ കൂട്ടത്തിലുള്ള ഒരു ശാസ്ത്രജ്ഞന്റെ പേര് പറയുന്നത്, നിങ്ങൾ തുടങ്ങിയ സ്കൂളുകളുടെ പേര് പറയും. ഒരു ബസ് സ്റ്റോപ്പ് നിങ്ങൾ കെട്ടിയിട്ടുണ്ടോ? നാട്ടിൽ കെട്ടിയിട്ടുണ്ടോ? പെന്തക്കോസ്റ്റുകാർ കെട്ടിയിട്ടുണ്ടോ? എന്നെ കൊണ്ട് കൂടുതൽ വിളമ്പിക്കരുത്. നിങ്ങൾ വിളമ്പിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ എന്നെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട ഈ വിഷയത്തിൽ. മനസ്സിലായോ? ഗബ്രിയേൽ നമ്പൂതിരിയായാലും അത് ശരി, അവൻ പോയിണ്ടാവും. പക്ഷെ എന്റെ കലിപ്പ് തീരുന്നില്ല. മുള്ളി ഓടി വിഷയത്തെ കുറിച്ചിട്ട് സംസാരിച്ചോട്ടെ. അല്ലെങ്കിൽ ഞാൻ എന്താ വീണ്ടും പ്രകോപിതനായിട്ട് പന്തോളം തെരുവി. മനസ്സിലായോ? അതെ, ഞാനും ചിന്തിക്കുന്നത് അത് തന്നെയാണ്. സുപ്രു, വയലന്റ് ആകണ്ട. നമുക്ക് വിഷയമാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ ലവ് ജിഹാദിന്റെ ഇസ്ലാം മത ഭീകരതകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ചയാക്കുമ്പോഴെല്ലാം മതം മാറ്റത്തിന്റെ സർക്കാർ പബ്ലിഷ് ചെയ്ത ചില കണക്കുകളുമായിട്ട് സുഡാപ്പി മാധ്യമങ്ങൾ വരും. കാരണം കേരള സ്റ്റോറി വന്ന സമയത്ത് ആ നമ്പറിലാണ് അവർ പിടിച്ചത്. ഇപ്പൊ കേരള സ്റ്റോറി 2, കേരള സ്റ്റോറി 2 വന്നപ്പോൾ വീണ്ടും വിവാദമാക്കിയത് ലവ് ജിഹാദിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ തന്നെയായിരുന്നു. പതിവ് പോലെ അത് മുസ്ലിം സമുദായത്തിലേക്കല്ല മതമാറ്റം കൂടുതൽ നടത്തിയിരിക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ചില ഔദ്യോഗിക മതം മാറ്റ കണക്കുകളുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൺ മീഡിയ വന്നു. അവര് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിന്തുണയ്ക്കുന്ന സമുദായ വികാരത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന പത്രം എന്ന് പറഞ്ഞിട്ട് ദീപികയെ പരിചയപ്പെടുത്തി. കണക്കുകൾ പ്രകാരം ഹിന്ദു സമുദായത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടന്നിരിക്കുന്നത് എന്ന് തെളിയിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് പാടുപെട്ടു. മുസ്ലിം ഹിന്ദു സമുദായങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്കോ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിൽ നിന്നും ഹൈന്ദവ സമുദായത്തിലേക്കോ നടക്കുന്ന മതം മാറ്റത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് പ്രണയ വിവാഹങ്ങളാണ് എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനെ വിവാഹം ചെയ്യുന്ന ഹൈന്ദവ ക്രൈസ്തവ യുവാക്കൾ മറ്റു മതങ്ങളിലെ പെൺകുട്ടികളെ വിവാഹത്തിനു വേണ്ടി മതപരിവർത്തനം നടത്തുമ്പോൾ അത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നെന്നും അതോടൊപ്പം തന്നെ സർക്കാർ രേഖകളിൽ പേരുകളും ജാതികളും മാറ്റുകയും ചെയ്യുന്നു എന്നും എതിർകക്ഷികൾ സമർത്ഥിച്ചു. അതുകൊണ്ട്
ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടുന്നതിന്റെ 90% കണക്കുകളും സർക്കാർ രേഖകളിലുണ്ട്. അതിലേറെ വ്യത്യാസം ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളിലേക്ക് മതം മാറ്റം ചെയ്യപ്പെട്ട കുട്ടികളെല്ലാം ഇവിടെ ഉണ്ട്. അവരാരും ചത്തിട്ടില്ല, കൊല്ലപ്പെട്ടിട്ടില്ല, നാട് വിട്ടു പോയിട്ടില്ല. രേഖാമൂലം തന്നെ അവരാ മതത്തിലേക്കായിട്ടുണ്ട് എന്ന് സർട്ടിഫിക്കറ്റുകളിൽ മതമാറ്റത്തിന്റെ എല്ലാ രേഖകളും അവർ വെച്ച് ഗസറ്റിൽ പരസ്യവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കണക്കുകൾ ഇന്ന് ലഭ്യമാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിലേക്ക് പ്രണയവിവാഹങ്ങളിലൂടെ ആയിരുന്നാലും അതല്ലാതെ ആയിരുന്നാലും ശരി, ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിൽ നിന്ന് മതപരിവർത്തനം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ കണക്കെവിടെ? 99.9% വിവാഹങ്ങളും എവിടെയെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, കോർപ്പറേഷൻ ആകട്ടെ, പഞ്ചായത്ത് ആകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. ഈ വലിയ വസ്തുത ഞങ്ങൾ ചർച്ച ചെയ്തു. ഇത്തരം പെൺകുട്ടികളെ മതപരിവർത്തന കേന്ദ്രങ്ങളിൽ ഇവർ കൊണ്ടുപോയിട്ട് അവരുടെ മതം പഠിപ്പിക്കുന്നു. ആ കേന്ദ്രങ്ങളിൽ കെട്ടിയിട്ടിട്ട് മതപരമായി പീഡിപ്പിക്കുന്നു. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക മാത്രമല്ല, ഇസ്ലാം പേര് അവർക്ക് നിർദ്ദേശിക്കുകയും കുടുംബത്തെ കൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി കീ കൊടുത്തു വിടുന്ന പാവയെ പോലെ ഈ പെൺകുട്ടികളെ മുസ്ലിം കുടുംബങ്ങളിലേക്ക് ഇറക്കി വിടുന്നു. അമുസ്ലിം കുടുംബങ്ങളിലേക്ക് ഇറക്കി വിടുന്നു. അപ്പോ ഈ അഖില ഹാദിയായിട്ട് എന്താ ചെയ്തത്? ആദ്യം, അച്ഛാ എനിക്ക് യമനിലേക്ക് പോയിട്ട് ആട് മേയ്ക്കണം, ചാച്ചനും കൂടി വായോ, എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ, നമുക്ക് സ്വർഗത്തിൽ പോണ്ടേ, ഒരുമിച്ച് പോകാമല്ലോ. ഇസ്ലാം മത നിയമപ്രകാരം ഇവര് നിക്കാഹ് നടത്താൻ പറ്റുന്നു എന്നവർ പറയുന്നു. ശരി, SSLC ബുക്ക് മുതൽ പാസ്പോർട്ട് വരെയുള്ള ഔദ്യോഗികമായ രേഖകളിൽ പേരും മതവും മാറ്റുന്നുണ്ടോ? വിവാഹം സർക്കാർ സംവിധാനങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ടോ? ഇവര് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവരിതൊന്നും ചെയ്യുന്നില്ല, എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യുക പോലും ചെയ്യുന്നില്ല. കാരണം ഇത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ്. എപ്പോ വേണമെങ്കിലും ഇതിനെ എടുത്ത് കിണ്ടി പുറത്തിടാൻ പറ്റണം. അതല്ലെങ്കിൽ നാളെ ഇത് കൊല്ലപ്പെടണം, കാണാതാകണം, നാട് വിട്ടു പോകണം. എന്നാലേ ഇവർക്ക് അടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പെൺകുട്ടിയെ വീട്ടുകാരിൽ നിന്നും വേർപെടുത്തുന്നതിന് വേണ്ടി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആദ്യ കോൺട്രാക്ട് രജിസ്റ്റർ ചെയ്ത രേഖകൾ ഉപയോഗിക്കും ഇവര്. പക്ഷേ ആ രജിസ്ട്രേഷൻ പ്രാബല്യത്തിലായാല് അതിന്റെ സർട്ടിഫിക്കറ്റ് പിന്നീട് ഒന്നിനും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് പേരും വിശ്വാസവും ജീവിത രീതികളും കൊണ്ട് മാത്രം മുസ്ലിമായി മാറ്റപ്പെടുന്ന ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികൾ സർക്കാർ രേഖകളിൽ എപ്പോഴും അവരുടെ പൂർവ്വ സമുദായത്തിൽ തന്നെ തുടരും. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് മതം മാറ്റപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ലിസ്റ്റുകൾ കിട്ടാതെ പോകുന്നത്. അവരെ മുസ്ലിമിലേക്ക് മാറി, അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഇവരെ കോലാഹലമുണ്ടാക്കും. എന്നിട്ട് സുപ്രീം കോടതി വരെ കൊണ്ടുപോയിട്ട് ഒരു കൊച്ചിനെ തെണ്ടിപ്പിരിച്ച് പള്ളികളിലൊക്കെ ഇട്ട് പിരിവിട്ടിട്ട് വലിയ ലീഡിംഗ് ആയിട്ടുള്ള അഡ്വൈസറി ഒക്കെ വെച്ചിട്ട് ഇവർ വാദിച്ച കൊച്ചിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകും. ആരുടെയൊക്കെയോ മൂന്നാം ഭാര്യയായിട്ട് ഇപ്പോഴും കഴിയുന്നു. അശോകന്റെ മകൾ അഖില മുതൽ അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന സോണിയ സെബാസ്റ്റ്യനും മെറിൻ ജേക്കബും നിമിഷ ഫാത്തിമയും എല്ലാം ഔദ്യോഗികമായ രേഖകളിൽ ഇന്നും അഖിലയും മെറിനും സോണിയയും നിമിഷയും ഒക്കെയായിട്ട് മാത്രമാണ് കാണുന്നത്. അശോകന്റെ മകൾ അഖിലയെ ഇപ്പോഴും മാധ്യമങ്ങൾ പരാമർശിക്കുന്നത് എന്താ? ഹാദിയ. എന്താ കാരണം? അവൾ ആടുമേക്കാൻ സിറിയയിലേക്ക് പോയില്ല. എന്താ കാരണം? എന്നെ പോലെയുള്ള ആളുകൾ ജീവൻ വെടിയാൻ തയ്യാറായിട്ട് സമരം ചെയ്ത കൊച്ചിന്റെ വീട്ടിലെത്തി അത്രയും പോലീസ് പ്രൊട്ടക്ഷനും അത്രയും SDPI കിങ്കരന്മാരുടെയും ഒക്കെ കണ്ണുവെട്ടിച്ച് അശോകൻ എന്ന ഒരൊറ്റ മനുഷ്യൻ ഒരു വഴി വെട്ടി തന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തി. ഈ വിഷയം മാധ്യമങ്ങളിൽ കൂലങ്കശമായി ചർച്ചയ്ക്ക് കാരണമാക്കി. ഇത് വൈറലാക്കി നിർത്തി ഈ വിഷയം. കാരണം ആ ഒരു കൊച്ചിവിടെ നിലനിൽക്കണമായിരുന്നു. എന്നാലേ മുമ്പ് പോയവർക്ക് എന്തു പറ്റിയെന്ന് ചിന്തിക്കൂ. ഈ വിഷയം ഞങ്ങൾ ഇത് വൈറലാക്കി ചാനലുകളിൽ കൊണ്ടുവന്നു. എറണാകുളത്ത് ഏതാണ്ട് 14ഓളം പരിപാടികൾ ഞങ്ങൾ കോടതി വളപ്പിനകത്ത് വെച്ചിട്ട് ചെയ്തു. അഖില എന്ന പെൺകുട്ടി ആടുമേയ്ക്കാൻ സിറിയയിലേക്ക് പോയില്ല. അഫ്ഗാനിലെ ജയിലില്, കാബൂളിലെ ജയിലിലല്ല ഇന്നുള്ളത്. അഫ്ഗാനിൽ കഴിയുന്ന മറ്റ് പെൺകുട്ടികളുടെയൊക്കെ പേര് മാധ്യമങ്ങൾ പറയുമ്പോൾ
അവരുടെ പേരെന്താ പറയുന്നത്? സോണിയ, നിമിഷ, മെറിൻ. ഹൈന്ദവ ക്രൈസ്തവ പേരുകളാ പറയുന്നത്. കാരണം എന്താ? അവരിന്ന് മതതീവ്രവാദികളായിട്ട് അഫ്ഗാൻ ജയിലിലാണ്. ഒരു ഭീകരവാദമോ ഒരു തീവ്രവാദമോ നടക്കുമ്പോൾ അവരുടെ പേരെന്തായിരിക്കണമെന്ന് ഇന്നത്തെ മാധ്യമങ്ങൾ തീരുമാനിക്കും. ഒരു പക്ഷേ അജ്മൽ കസബ് എന്ന് പറയുന്ന കൊടും ഭീകരനെ പാർലമെന്റ് ആക്രമണത്തോടുകൂടി ജീവനോടെ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അവന്റെ പേര് ഹൈന്ദവ നാമമായിരിക്കുമായിരുന്നു. അപ്പോ മുസ്ലിം സമുദായത്തിലേക്ക് ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ മതപരിവർത്തനം നടത്തുന്നത് രേഖയിലില്ല, രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ ദീപിക പത്രത്തിന്റെ കണക്ക് എവിടെ നിൽക്കുന്നവർ ആരെ സുഖിപ്പിക്കാനാണ് ഈ കണക്ക് വിട്ടത്? കേരള സ്റ്റോറി 1ഉം 2ഉം കാരണം, കാശ്മീർ ഫയൽസ് കാരണം, 1921 പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ കാരണം, ഗോദ്ര കലാപവും ഗുജറാത്ത് തീവണ്ടി തീവെപ്പും കാരണം, BBC പുറത്തിറക്കിയ ഡോക്യുമെന്ററി കാരണം നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്ന വീണ്ടും 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 ഇത്തരം വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരും. പഠിക്കാൻ ആഗ്രഹിക്കുന്ന അന്വേഷണ ത്വരയുള്ള ആളുകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഡേറ്റാസ് എറിഞ്ഞു കൊടുക്കും. അതിനെ പ്രതിരോധിക്കാൻ വരുന്ന ഇത്തരം വ്യാജ മതം മാറ്റ കണക്കുകളുടെ വാർത്തകളൊക്കെ അത് ഫൺ മീഡിയ എടുത്ത് വിഴുങ്ങിക്കോട്ടെ, ദീപിക അത് വിശ്വസിച്ചോട്ടെ. ആ വാർത്ത സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താ? അതിൻ്റെ ഇടയിൽ കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത് എന്ന് ദീപിക പറയണമെങ്കിൽ, അതും അവരുടെ ഫ്രണ്ട് പേജിന്റെ തലവാചകം കൊടുത്തിരിക്കുന്നു 329 എന്ന കണക്ക് അടക്കം. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇവരെന്തിനാ വെള്ളപൂശുന്നത്? ഇവരാരെയാ പേടിക്കുന്നത്? സത്യം തുറന്നു പറയാൻ. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ച ഒരു 10 കണക്കെങ്കിലും ഇവർക്ക് പറയാമായിരുന്നില്ലേ? എന്തേ പറയാത്ത? കാരണം ആരെ സുഖിപ്പിക്കാനാണ്? അപ്പോ ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നുമൊക്കെ ലവ് ജിഹാദിലൂടെ ഇസ്ലാമിക സമുദായത്തിലേക്ക് മതപരിവർത്തനം നടന്ന കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. സർക്കാർ രേഖകളിൽ ഇല്ലാത്ത കണക്കുകൾ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഡിബേറ്റുകൾ വരുമ്പോൾ ആരെങ്കിലും ഡേറ്റാസ് ചോദിച്ചാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ എടുത്തിടാൻ. കാരണം നമുക്ക് ആ കണക്ക് വേണം, നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചിരിക്കണമല്ലോ. അപ്പൊ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഹിന്ദു സമുദായത്തിൽ നിന്നും 329 പേര് മതപരിവർത്തനം നടത്തി എന്ന് ദീപിക ഹൈലൈറ്റ് ചെയ്താൽ 3000-ലധികം ആളുകളുടെ കണക്കുകൾ ഞങ്ങൾ പറഞ്ഞു തരാം. ഡേറ്റയിൽ ഉണ്ടാകില്ല. എന്നിട്ട് അവർ പറയാ 329 ദീപികയുടെ കണക്കനുസരിച്ച് 25% പ്രണയ വിവാഹങ്ങളാവാം. ആരെയാണ് ഇവര് പെയിന്റ് അടിക്കാൻ ശ്രമിക്കുന്നത്? നമ്മള് ഒരു മതത്തിന്റെ, ഇസ്ലാം എന്ന മതത്തിന്റെ ഭീകരതകള്, തീവ്രവാദങ്ങള്, മാനവിക വിരുദ്ധതകള്, അന്യമത വിരോധങ്ങള്, ഈ രാജ്യവിരുദ്ധതകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കാനും ഇവിടത്തെ ബഹുസ്വരതയിൽ ഊന്നിയ നാളുകൾ ഈ രാജ്യത്തിന് സമ്മാനിക്കാനും പ്രതിബദ്ധതയുണ്ടായിരുന്നെങ്കിൽ ഇവര് ഞങ്ങളോടൊപ്പം നിന്ന് സത്യസന്ധമായി ആ കണക്കുകൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു. ഹൈന്ദവ സമുദായത്തിലേക്ക് പോയിട്ടുള്ള പെൺകുട്ടികൾ രജിസ്റ്റർ ഓഫീസിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്കായിരിക്കും പോയിരിക്കുക. അവൾ എവിടെയും ആടുമേക്കാൻ പോകില്ല. അവൾ എവിടെയും കാലിന്റെ ഇടയ്ക്ക് സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കാൻ പോകത്തില്ല. പെൺചിലന്തികളായി ഒരു TCSലും പോകത്തില്ല. മറ്റുള്ളവരെ ലൈംഗിക അടിമകളാക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കാനും മതപരിവർത്തനത്തിനും വേറെ ആരെയും ഇതിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കില്ല. അവള് കേരളത്തില് അവരുടെ മാതാപിതാക്കളുടെ കൺവെട്ടത്തുണ്ടാകും. മുമ്പ് നസ്രിയ സുൽത്താന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമറാണ്. ആ കുട്ടി ഒരു സംഘപരിവാറുകാരനെ കല്യാണം കഴിച്ചു. ഒരു ഉസ്താദായിരുന്നു മുൻ ഭർത്താവ്. എന്നിട്ട് ഉസ്താദും ടീമും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു മകനെ അനാഥാലയത്തിലാക്കിയിട്ട് പോയിന്ന്. ആ കൊച്ചി ഇന്നും സുന്ദരമായിട്ട് സന്തോഷത്തോടു കൂടി വ്ലോഗുകൾ ചെയ്യുന്നു. ഓരോ സ്ഥലത്തും ദാ പാറി നടക്കുന്നു. ഇവിടെയുണ്ട്. അതിന്റെ മാതാപിതാക്കൾക്ക് കാണാം ആ കൊച്ചു ചിത്രശലഭത്തെ പോലെ പാറി നടക്കുന്നതും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതും. എത്ര മുസ്ലിം പെൺകുട്ടികളെ ഇങ്ങനെ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും? ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന എത്ര കുട്ടികളെ ഇവർക്ക് കാണിച്ചു തരാൻ പറ്റും?
എന്നിട്ട് ദീപിക പറഞ്ഞു വെക്കുവാണ്, ബാക്കി 75% എന്ന് പറയുന്നത് ദളിത് വിഭാഗങ്ങളിൽ നിന്നും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളവർ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു പോയതാണത്രേ. ക്രിസ്തുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് പൂർണ്ണമായും സ്വന്തം തീരുമാനപ്രകാരം ക്രിസ്ത്യൻ മതത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ സ്വീകരിച്ചാൽ മതി എന്നിരിക്കെ വിശ്വാസത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം കള്ളനാണയങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വ്യക്തിഗത സഭ പോലെയുള്ള വിപുലീകരിക്കുന്നതിന് വേണ്ടി കണ്ണിൽ കണ്ട ആളുകളെ ഒക്കെ പിടിച്ച് സ്ഥാനപ്പെടുത്തി ക്രിസ്ത്യാനിയാക്കുന്ന ഈ ഏർപ്പാട് ഇവരെ എവിടെ നിന്ന് കിട്ടിയതാണ് ഇവർക്ക്? ഇങ്ങനെ വരുന്ന ആളുകൾ വിശ്വാസത്താലല്ല വരുന്നതെന്ന് ഇവർക്കറിയില്ലേ? ഒന്നുകിൽ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചാൽ തങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കാം, അതല്ലെങ്കിൽ പണം കൊടുക്കാം, വസ്തുവകകൾ കൊടുക്കാം. ഇതിനെക്കുറിച്ച് സജീവമായി ചർച്ചകൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ ഇത്തരം വിഷയങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റൂ.